ക്രിമിനൽ ഇന്ത്യ സ്വന്തമായി പ്രതിരോധ മേഖലയിൽ ഈ സ്വന്തമായി എന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ പ്രതിരോധ മേഖലയിൽ ഒരു സൈനിക വിമാനം നിർമ്മിച്ചു കഴിഞ്ഞു എന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ അത് ഇപ്പോഴാണ് ആ വാർത്ത വരുന്നത്, നിർമ്മിച്ച് കഴിയുകയും ചെയ്തു. അപ്പോൾ സ്വകാര്യ മേഖലയാണ്. അപ്പോൾ സംശയം, എന്തുകൊണ്ട് ഇത്രയും നാൾ ഇന്ത്യ ഇത്തരത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇത്തരത്തിൽ സൈനിക വിമാനം നിർമ്മിച്ചില്ല? ഇപ്പോൾ നിർമ്മിക്കുന്നു, എന്തുകൊണ്ട്? ഇത് നമ്മുടെ എയർബസ് എന്ന് പറയുന്ന കമ്പനിയും നമ്മുടെ ടാറ്റ അറിയാലോ, ഇന്ത്യൻ കമ്പനി, ഇവർ തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു C-295 എന്ന് പറയുന്ന ഒരു ചരക്ക് വിമാനം എന്ന് പറയുമ്പോൾ അത് ഒരേ സമയം സൈനികരെ കൊണ്ടുപോകാനും ഉപകരിക്കും. ഇനി സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധന സാമഗ്രികൾ എവിടെ നിന്നെങ്കിലും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ അതിനും പറ്റും. ഏതാണ്ട് 9000 കിലോഗ്രാം വരെ ഭാരം ഇതിന് വഹിക്കാൻ പറ്റും. 24 സ്ട്രക്ചർ, എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ അങ്ങോട്ട് മാറ്റണമെങ്കിൽ 24 സ്ട്രക്ചറുകൾ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി അതിനുണ്ട്. ഇനി പറ്റുന്നെങ്കിൽ ഈ പാരാട്രൂപ്പേഴ്സ്, അതായത് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ അത് ഉപകരിക്കും. ഇനി സൈനികരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിന്യസിക്കാൻ കൊണ്ടുപോകാനാണ് അതിനും പറ്റും ഉപകരിക്കുന്ന ഒരു വിമാനമാണ് ഈ C-295 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാറ്റ ടെക്നോളജീസും എയർബസുമായിട്ടാണ് കരാർ. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയും ഒരു സ്വകാര്യ കമ്പനിയും മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാർ എന്നുള്ളതാണ്. പക്ഷേ ടാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന പേരിൽ സ്വകാര്യം ഉണ്ടെങ്കിലും അതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സർക്കാരിന്റെ എന്താ പറയുക, ഒരു ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ടാറ്റ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സപ്പോർട്ടും മറ്റു കാര്യങ്ങളും കൊടുക്കാതെ ടാറ്റ ഇതിന് ഇറങ്ങിത്തിരിക്കില്ല. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ താല്പര്യാർത്ഥം ടാറ്റ എയർബസുമായിട്ട് കരാറുണ്ടാക്കി നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് വേണ്ടി ടാറ്റ ഈ ഉദ്യമം ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി ഇത് എന്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആവാമായിരുന്നല്ലോ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഈ നമ്മുടെ നയത്തിലുള്ള വ്യതിയാനമാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ സമീപകാലം വരെ ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അതിലേക്ക് സ്വകാര്യ പങ്കാളിത്തം നമ്മൾ അനുവദിച്ചിരുന്നില്ല. അതിന് അതിൻ്റെതായ ഇപ്പൊ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടോ സുരക്ഷാ പ്രശ്നങ്ങൾ, അതെ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം, അത് നയപരമായൊരു പ്രശ്നം. ആ നയത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തിട്ട് പരമാവധി ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. കാര്യം നമ്മുടെ ഈ രംഗത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇപ്പോൾ വിമാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL അവരാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. അവർക്ക് ഇതിനോടകം തന്നെ ഭാരിച്ച ജോലിഭാരം ഉണ്ട്. കൂടാതെ ഈ HAL എന്ന് പറയുന്ന ഈ കമ്പനി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലാണ്. മനസ്സിലായി. ഇതേപോലെയുള്ള ഈ ചരക്ക് വിമാനങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനുള്ള വിമാനങ്ങൾ, അതൊന്നും അവരുടെ പരിഗണനയിലേ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഇത്തരം വിമാനങ്ങളുടെ നിർമ്മാണവും, അതായത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ അറ്റകുറ്റപ്പണിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് HALന് നിന്ന് തിരിയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ചരക്ക് വിമാനങ്ങൾ അത്യാവശ്യമായ ഒരു ഘട്ടം വന്നു. ഇപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന എയർബസുമായിട്ട് സഹകരിച്ച് ഉള്ള വിമാനങ്ങളാണ്. നേരത്തെ നമ്മൾ ഈ സൈന്യത്തിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റഷ്യൻ നിർമ്മിത വിമാനങ്ങളോ അല്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ റഷ്യയുടെ തന്നെ ഈ ആന്റനോവ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വിമാനമുണ്ട്. ഇപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈൻ സംഘർഷം ഉണ്ടായപ്പോൾ റഷ്യ ആദ്യം തകർത്ത് കളഞ്ഞ ഒരു വിമാന പ്ലാന്റാണ് ഈ ആന്റനോവ്. അതിപ്പോൾ ഉക്രൈനിൽ ഭാഗത്താണ്. പഴയ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ളതാണ് ഈ ആന്റനോവ് എന്ന് പറയുന്നത്. ആ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് വിമാനമൊക്കെ അവരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ആന്റനോവിന്റെ ഒരു വേരിയന്റ് നമുക്കുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ ഉള്ള റഷ്യയുടെ കൈവശമുള്ള ഇലൂഷൻ എന്ന് പറയുന്ന ഒരു വിമാനം, അതും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊക്കെ ജാംബവാന്റെ കാലത്തുള്ളതാണ്. പഴയ കാര്യം 10, 70, 76 വർഷമെങ്കിലും മിനിമം പഴക്കമുണ്ട് ഈ വിമാനം. അതിൽ കൂടുതൽ അതെ, അതൊക്കെ ഇങ്ങനെ അറ്റകുറ്റപ്പണി നടത്തിയാണ് നമ്മളിപ്പോഴും അതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്നത് അമേരിക്കയിൽ നിന്ന് ബോയിങ് നിർമ്മിച്ച ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനം. ഈ നമ്മുടെ അത് നമുക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അഫ്ഗാൻ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തൂങ്ങിക്കേറിയ ഒരു വിമാനമില്ല, ഒരു ചാര നിറത്തിലുള്ള, ഓർമ്മ ഭീമാകാരമായ വലിപ്പമുള്ള ഇതാണ്. ഇത് ഈ ബോയിങ് എന്ന് പറയുന്ന ഈ കമ്പനിയും നേരത്തെ പറഞ്ഞ ആന്റനോവ് ആണെങ്കിലും ശരി, ഇലൂഷൻ ആയാലും ശരി, ഇവരെല്ലാം ഈ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുക. മനസ്സിലായി. മറ്റേ റഷ്യൻ നിർമ്മിത വിമാനമൊക്കെ കാലഹരണപ്പെട്ടതാണ്, അതിന് നിർമ്മിക്കാൻ പറ്റില്ല. ഈ ബോയിങ് എന്ന് പറയുന്ന അവർ ഈ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുടെ നിർമ്മാണം നിർത്തിവെച്ചു.
അപ്പോൾ ഇനി ആ വിമാനം കിട്ടണമെങ്കിൽ അമേരിക്ക കനിയണം. കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ കീഴിൽ ഈ പറയുന്ന ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ കുറെ അധികം ഉണ്ട്. അപ്പോൾ അത് നേരത്തെ നമുക്ക് അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് ഹാൻഡ് സാധനമാണ് നമുക്ക് കിട്ടിയത്, ഫ്രഷ് അല്ല. അതിന് ഭയങ്കരമായ വിലയുമാണ്. ഈ ചരക്ക് വിമാനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിലയുമാണ്. അപ്പോൾ ഇത് ഇത്തരം പ്രതികൂല സാഹചര്യം ഉള്ളപ്പോൾ ഒന്നുകിൽ നമ്മൾ നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതിയ വിമാനം നിർമ്മിക്കുകയല്ല, മറ്റേതെങ്കിലും ഓപ്ഷൻ, ഇപ്പൊ എയർബസിന്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ജപ്പാനിൽ ഒരു കമ്പനിയുണ്ട്, അവരുടെ വിമാനം ആണെങ്കിലും ശരി നമുക്ക് വാങ്ങാം. പക്ഷെ അപ്പോഴും ഒരു കുഴപ്പം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈനിക ആവശ്യത്തിനുള്ള ചരക്ക് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ചെലവ്. ഇനി അത്രയും കാശ് മുടക്കി അത് വാങ്ങിച്ചാൽ തന്നെ അതിന്റെ മെയിൻ്റനൻസ്, മറ്റു കാര്യങ്ങൾ, ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കണ്ടമാനം വിദേശ നാണയം പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണിത്. അപ്പൊ അതിന് തടയിടുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പറയുന്ന C-295 എന്ന് പറയുന്ന ഈ വിമാനം, ഇതിൽ ശ്രദ്ധേയമായൊരു സംഗതിയുണ്ട്. ഇപ്പൊ ഈ വിമാനം നിർമ്മിക്കാനുള്ള പ്ലാന്റ് ഗുജറാത്തിലെ വഡോദരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2024 ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. സ്പാനിഷ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് പെഡ്രോ സാഞ്ചസ്, അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി 2024 ഉദ്ഘാടനം ചെയ്ത പ്ലാന്റിൽ കൃത്യം 2 വർഷം തികയുന്നില്ല, 2024 ഒക്ടോബറിലാണ് ഉദ്ഘാടനം. 2 വർഷം തികയുന്നതിന് മുമ്പ് ആദ്യ വിമാനം പരീക്ഷണ പറക്കൽ നടത്തി. അപ്പൊ ഇന്ത്യ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ, വെറും 2 വർഷം കൊണ്ട് ഒരു പ്ലാന്റ് റെഡിയാക്കി 2 വർഷം കൊണ്ട് ആദ്യത്തെ വിമാനം പറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ എയർബസുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന 56 വിമാനങ്ങളുടെ കരാറാണ്. അതിൽ 16 റെഡി ടു ഫ്ലൈ കണ്ടീഷനിൽ അവരുടെ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടി. ബാക്കി 40 ഇവിടെ ഗുജറാത്തിലെ ഈ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. മൊത്തം ഏതാണ്ട് 21,935 കോടി രൂപയുടെ കരാറാണ്. അപ്പൊ ഇത് പ്രകാരം ഒരു വിമാനത്തിന് ഏതാണ്ട് 391 കോടി രൂപ വരും. ഇന്ത്യൻ നിർമ്മിതമായതുകൊണ്ടാണ് ഈ 391 കോടി. ഇതേ സാധനം നമ്മൾ വിദേശത്ത് നിന്ന് എവിടെന്നെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഇതിന്റെ ഡബിൾ ആകും. ഡബിൾ ആകുന്ന മാത്രമല്ല, അതിന്റെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും കാശ് കൊടുത്തോണ്ടിരിക്കും. ഇത് ഈ വിമാനം ഇവിടെ നിർമ്മിച്ചത് കൊണ്ടുള്ള ഗുണം, ഇതിന്റെ 86% വരുന്ന ഭാഗങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാണ്. മനസ്സിലായി. അപ്പൊ മെയിൻ്റനൻസ് കോസ്റ്റ് ഇവിടെ തന്നെ നിന്നോളൂ. മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമല്ല, ഇന്ത്യയിലെ ചെറുകിടമായിട്ടുള്ള പല പല ഫാക്ടറികളും ഈ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ്. മനസ്സിലായി. ഇപ്പൊ ഓരോ ഭാഗവും ഓരോ കമ്പനികളെ ഏൽപ്പിച്ച് അവരാണ് ഇത് അസംബിൾ ചെയ്യാൻ ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ വലിയ രീതിയിലൊരു തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി ഇത് ഒരു പുതിയൊരു മേഖലയായിട്ട് മാറി. അപ്പോൾ മൊത്തം 56 വിമാനങ്ങളിൽ 40 ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ സംഭവം ഉഷാറാണ്. നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും ഞങ്ങൾക്കും വേണം ഒരു 15 എന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 40 നിർമ്മിക്കാനുള്ളത് ഇപ്പൊ എത്രയായി? 55ആയി. അതുകൂടാതെ ഇപ്പോ നമ്മുടെ സൈന്യത്തിന് വേണ്ടിയിട്ട്, എയർഫോഴ്സിന് അല്ലെങ്കിൽ കരസേനയ്ക്ക് വേണ്ടിയിട്ട് 40 നിർമ്മിക്കുന്ന അവരൊരു 10 കൂടി അഡീഷണൽ വേണമെന്നും കൂടി പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞ 55 എന്നുള്ളത് 65 വിമാനങ്ങൾ ഇവിടെ ഇന്ത്യൻ നിർമ്മിക്കും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യും? ഇത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, വേണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കാം. അതാണ് കാര്യം. ഈ പറയുന്ന 391 കോടി രൂപ വില വരുന്ന ഈ വിമാനം നമുക്ക് ഈ ഇന്ത്യൻ നിർമ്മിതമായ വിമാനം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മതിയായതിനു ശേഷം പിന്നെ ഈ പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്ന വിമാനങ്ങളിൽ ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയും നടക്കും. ഒപ്പം ഇത് ഇത് താല്പര്യമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കാശ് മുടക്കിയതിന് തിരിച്ചിങ്ങോട്ട് കിട്ടാനും തുടങ്ങും. അപ്പോൾ ചെറിയ കളിയൊന്നുമല്ല ഈ നടക്കാൻ പോകുന്നത്. ഏതായാലും ഇതിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കും, ഇവിടെ തന്നെ നമ്മളത് പറത്തി കാണിക്കും, ഇന്ത്യൻ നിർമ്മിത വിമാനം ആകാശത്ത് പറക്കും എന്നുള്ളത് തെളിയിച്ചും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ സാധ്യമാകുന്നത് ഈ ലോക വിപണിയിൽ, പ്രത്യേകിച്ച് പ്രതിരോധ വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡ് അതിന് സ്വീകാര്യത കൂടും. അതുവഴി ഇപ്പോൾ റഷ്യ, അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ലോകത്തറിയപ്പെടുന്നത് ഈ യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്ത് കാശുണ്ടാക്കുന്ന രാജ്യങ്ങളെന്ന് കൂടിയാണ്. ആ ഒരു പട്ടികയിലേക്ക് കൂടിയാണ് നമ്മുടെ രാജ്യം ഈ പരിപാടികളിലൂടെ കടന്നു പോകുന്നത്. ഇനിയും കഴിഞ്ഞില്ല. ഈ പറയുന്ന ടാറ്റയും
കമ്പനികൾ ഈ ടാറ്റയും ഈ എയർബസുമായിട്ട് ഈ ഒരു വിമാനം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കരാറ്. ഇവർക്ക് കർണാടകയിൽ ഒരു പ്ലാന്റ് ഉണ്ട്, അതിൽ ഹെലികോപ്റ്ററുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വേറെ ഒരു പരിപാടിയും കൂടി ഇവരുടെ അജണ്ടയിലുണ്ട്. നമ്മുടെ യാത്രാ വിമാനങ്ങളില്ലേ, നമ്മുടെ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ, അത് നിർമ്മിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇവർ ഇപ്പൊ നോക്കുന്നു. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറം കമ്പനികൾ നിരവധി ഉണ്ടല്ലോ. അല്ലെ, അത് ഇപ്പൊ നമ്മള് യുദ്ധവിമാനങ്ങളുടെ കാര്യം, യുദ്ധവിമാനങ്ങളുടെ എത്രയോ ഇരട്ടിയാണ് പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അത് ആ ഒരു സാധ്യത, അതിനും നമ്മൾ ഇതേപോലെ ബോയിങ്ങിനെയോ എയർബസിനെയോ ഒക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഇവിടുത്തെ വിമാന കമ്പനികൾ നിൽക്കുക. അപ്പൊ മേഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ ഇവിടെ ആയിക്കോട്ടെ, ആ ഒരു ചിന്തയിലായിട്ടുള്ള കാര്യങ്ങൾ പോകണം.